എന്താണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പോക്കെന്ന് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് മുമ്പേ ആൺകുട്ടികളായിരുന്നു എന്താ പറയുക റാഗിങ് ആണെങ്കിലും ഇതൊക്കെ. ഇപ്പോൾ പെൺകുട്ടികളും ഇത് തന്നെ സംഭവം. ഇപ്പം ഇന്നലത്തെ ഒരു ന്യൂസ് വന്നത് കണ്ടില്ലേ, എക്സാം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയ ഒരു കുട്ടിക്ക് ഉണ്ടായ പീഡനം ക്ലാസ് റൂമിൽ ഇട്ടാണ്ട് കുതിരെ പീഡിപ്പിച്ചു, കാര്യങ്ങൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞാണ്ട് കുട്ടി ഹോസ്പിറ്റലിലാണ്. പക്ഷേ സ്കൂൾ അധികൃതർ അവരെ കുട്ടീനെ മൈൻഡ് ചെയ്തില്ല, മോള് പോയിക്കോ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞാണ്ടാണ് ഇന്നലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ആൺസുഹൃത്തിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണെന്നുള്ള സംഭവങ്ങളാണ് ഇവർ രണ്ടാളും. എനിക്ക് തോന്നുന്നു രണ്ടാളും വേണമെന്നുണ്ടെങ്കിൽ വൺ വേ ലവോ പ്രണയമോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ ഉണ്ടാവും. അതുകൊണ്ടാണെന്ന് എന്താ അറിയില്ല, ന്യൂസിൽ കാണിക്കുന്നത് ഒരു ആൺസുഹൃത്തിന് ഏറ്റവും കൂടുതൽ അടുപ്പം ആരോടാണ് എന്നുള്ള തർക്കത്തിനാണ് ഈ ഒരു വിഷയം വന്നത്. ഈ കുട്ടിനെ റൂമിലിട്ടാണ് അടിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ന്യൂസും കാര്യങ്ങളാണ് കണ്ടോക്കി. ആലപ്പുഴ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റെന്ന് പരാതി. സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിനി മർദ്ദിച്ചുവെന്നാണ് പരാതി. പെൺകുട്ടി ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എൻ്റെ മോളെ സ്കൂളിൽ നിന്ന് എക്സാം കഴിഞ്ഞിട്ട് അവൾ വരുന്നത് ഒരു കുട്ടി അവളെ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ക്ലാസ് റൂമിലോട്ട് കയറ്റി വേറൊരു കുട്ടിയെ കൊണ്ട് ക്ലാസ് റൂം അടപ്പിച്ചിട്ട് കുട്ടിയുടെ മുതുക് ഇടിച്ചിട്ട് അടച്ചു വിട്ടു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവിടുത്തെ എച്ചെന്ന് പറഞ്ഞത് മോള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് മോള് പറയണം മോൾക്ക് മുതുക് വേദനയാണെന്ന് പറയണം, സ്കൂളിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യരുത്, സ്കൂളിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളത് ഒത്തുതീർപ്പാക്കാൻ ചെന്നപ്പോൾ PTA-കാരും ടീച്ചേഴ്സും എല്ലാം കൂടെ അവരുടെ സൈഡിൽ നിന്ന് ഞങ്ങളെ മോശക്കാരാക്കിയിട്ട് മീഡിയക്കാർക്ക് എവിടെ വേണേലും നിങ്ങൾ കൊടുത്താൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെ ഒന്നും ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. യു ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. യു ഷൈജു, എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ഈ പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ നില ഇപ്പോഴെങ്ങനെയുണ്ട്? അജി, കഴിഞ്ഞ ദിവസം പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴാണ് 10ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ തമ്മിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായത്. ഈ മർദ്ദനമേറ്റ പെൺകുട്ടിയെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൈക്ക് പിടിച്ച് വലിച്ച് ക്ലാസ് മുറിക്കകത്ത് പൂട്ടിയിട്ടതിന് ശേഷം കൈ കുത്തിപ്പിടിച്ചിടിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്ന പരാതി. ഇടിച്ച് നല്ല രീതിയിൽ മർദ്ദനമേറ്റ ശേഷം ഈ പെൺകുട്ടി ടീച്ചറോട് കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ടീച്ചർ മോള് പൊക്കോളൂ എന്ന് പറഞ്ഞയക്കുകയും പിന്നീട് ഈ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ പരാതിയുമായി സ്കൂളിൽ എത്തുമ്പോൾ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്ന ഒരു നിലപാട് സ്കൂളും PTA-യും സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി എക്സ്റേയിൽ ചെറിയ പൊട്ടലുള്ളതുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ, അതായത് കുട്ടികൾക്കിടയിലുള്ള സൗഹൃദം രൂപപ്പെട്ടതും തന്നിൽ ആരാണ് ഒരു ആൺകുട്ടിയുമായി ഉണ്ടായ ഒരു സൗഹൃദം, അതിൽ ആരാണ് കൂടുതൽ ബെസ്റ്റി എന്ന തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കമാണ് ഒരു കുട്ടിയെ പെൺകുട്ടികൾ കൂട്ടമായി മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പോലീസ് ഇപ്പോഴും ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടില്ല. പക്ഷേ അന്വേഷണം നടത്തി വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കേസെടുക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ശരി, യു ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.